അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് എപ്സ്റ്റീൻ ഫയൽ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫോട്ടോസായും വീഡിയോസായും ഇനി അതുമല്ല റൈറ്റപ്പായിട്ടൊക്കെ എന്താണ് എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് എപ്സ്റ്റീൻ ഫയൽ? ജെഫ്രി എപ്സ്റ്റീൻ എന്ന ബില്ലേനിയർ നടത്തിയിരുന്ന, അതായത് ശതകോടീശ്വരൻ നടത്തിയിരുന്ന അന്താരാഷ്ട്ര ലൈംഗിക അതിക്രമ ശൃംഖലയെക്കുറിച്ചുള്ള കോടതി രേഖകൾ എന്ന് പറയുമ്പോൾ അതിൽ ഇമെയിൽ ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, ഇതുപോലെയുള്ള എല്ലാ തെളിവുകളും അടങ്ങിയ രേഖകളാണ് ഈ പറയുന്ന കോടതി രേഖകൾ. ഇതാണ് ഈ എപ്സ്റ്റീൻ ഫയൽ. ഇയാളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 മില്യൺ, അതായത് 30 ലക്ഷത്തിലധികം ഫയലുകളാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനിയും പുറത്തു വരാൻ ഒരുപാട് കിടക്കുന്നു. എപ്സ്റ്റീൻ ഫയലിനെക്കുറിച്ച് വിശദമായി പറയുക എന്നതല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. എപ്സ്റ്റീൻ ഫയൽ എങ്ങനെയാണ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ബാധിക്കാൻ പോകുന്നത് എന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു ഭവിഷ്യത്തിനെ ഉണർത്തുക എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എങ്കിലും എപ്സ്റ്റീൻ ഫയലിനെക്കുറിച്ച് തീരെ അറിയാത്ത ആളുകളുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ചെറിയൊരു രീതിയിൽ അതിനെക്കുറിച്ച് പറയാം. ജെഫ്രി എപ്സ്റ്റീൻ എന്ന ശതകോടീശ്വരൻ അയാളുടെ സാമ്പത്തിക അധികാരം ഉപയോഗിച്ച് കരീബിയൻ കടലിന് നടുവിലുള്ള ഒരു ദ്വീപ് സ്വന്തമാക്കുന്നു. അതായത് അയാളുടെ പ്രൈവറ്റ് ദ്വീപാക്കി അതിനെ മാറ്റുന്നു. അതിനയാൾ കൊടുത്തിരിക്കുന്ന പേര് ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്നാണ്. ലിറ്റിൽ എന്ന ആ പേരിലുണ്ട് ബാക്കി വരുന്ന അയാളുടെ എല്ലാ ക്രൂര വിനോദങ്ങളും. ഒരു കടലിന് നടുവിലാണ് ഈ ദ്വീപുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് അതെത്രമാത്രം ഭയാനകമായിട്ടുള്ള ഒരു സ്വകാര്യതയായിരിക്കും എന്ന് അറിയാവുന്നതേ ഉള്ളൂ. അവിടെ അയാൾ ധാരാളം മാൻഷനുകളും വില്ലകളും പ്രൈവറ്റ് ബീച്ചുകളുമൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അതായത് അതിനെ ഒരു ആഡംബര ദ്വീപാക്കി അയാൾ മാറ്റുകയാണ്. കരയിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ടുള്ള ആ ദ്വീപിലാണ് അയാളുടെ എല്ലാ ക്രൂര വിനോദങ്ങളും. അതിലൂടെ അയാൾ എന്താണോ ഉദ്ദേശിച്ചത്, അതായത് ആ വിനോദങ്ങളിലൂടെ അയാൾ എന്താണോ നേടാൻ ഉദ്ദേശിച്ചത്, അയാളുടെ ലക്ഷ്യങ്ങൾ എന്താണോ അതൊക്കെയും നേടുന്നത് ആ പറഞ്ഞ ദ്വീപിൽ വെച്ചിട്ടാണ്. ഇനി അവിടെ എന്താണ് നടന്നിരുന്നത് എന്ന് നോക്കാം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ലൈംഗിക കടത്ത്, അതായത് മനുഷ്യക്കടത്ത്, ആ പെൺമക്കളെ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുക. മാത്രമല്ല അയാളുടെ അതിസമ്പന്നരായ അതിഥികൾക്ക് ഈ പെൺകുഞ്ഞുങ്ങളെ കാഴ്ചവെക്കുക. ഇത് കൂടാതെ അതിഭയാനകരമായിട്ടുള്ള ഒരു സംഗതി കൂടി ഇപ്പോൾ പ്രചാരണത്തിൽ കാണാം. അതായത് മനുഷ്യമാംസം കൂടി അവരുടെ സൽക്കാരങ്ങളിൽ വിളമ്പിയിരുന്നു എന്ന സംഭവം. ഇതിന് അയാളുടെ കൂടെ നിന്ന് സഹായിച്ചിരുന്നത് അയാളുടെ തന്നെ കാമുകിയായിരുന്ന ഗിസ്ലെയിൻ മാക്സ്വെൽ എന്ന് പറയുന്ന സ്ത്രീയാണ്. അതായത് കാമുകിയായിരിക്കെ തന്നെ അയാളുടെ എല്ലാ ലൈംഗിക ക്രൂരതകൾക്കും ആ പെണ്ണ് കൂട്ടുനിൽക്കുകയായിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ്റെ ക്രൂര വിനോദങ്ങൾ കേട്ട് മാത്രമല്ല ലോകം തരിച്ചു നിൽക്കുന്നത്, പിന്നെയോ അയാളുടെ ആതിഥേയത്വം സ്വീകരിച്ച് ആ നിഗൂഢത നിറഞ്ഞ ദ്വീപിലെത്തിയ ലോക നേതാക്കളുടെ പേരുകൾ കേട്ടുകൊണ്ടാണ്. ലോകത്തെ അതിസമ്പന്നരും ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതാക്കളും വിനോദരംഗത്തെ അതികായരും ലോകപ്രശസ്ത എഴുത്തുകാരും ശാസ്ത്രജ്ഞരും ആത്മീയ നേതാക്കളുമടക്കം അതിക്രൂരനായ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീൻ്റെ അതിഥികളായിരുന്നു എന്നതാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വമ്പൻ സ്രാവുകൾ കുറേ എണ്ണം ഇയാളെ തേടി വന്നതാണ് എങ്കിൽ കൂടുതൽ വമ്പൻ സ്രാവുകളെ ഇയാൾ തന്നെ വലവീശി പിടിച്ചതായിരുന്നു. എന്നിട്ട് അവരുടെ ക്രൂര വിനോദങ്ങളെ, അതായത് ഇയാളുടെ സൽക്കാരങ്ങൾ, ഇയാളുടെ ആതിഥേയത്വം സ്വീകരിച്ച് അവിടെ എത്തിയ എല്ലാ ലോക നേതാക്കളുടെയും ക്രൂര വിനോദങ്ങളെ അയാൾ അവരറിയാതെ എന്താക്കി, ക്യാമറയിൽ പകർത്തി. അത് ഫോട്ടോസായും വീഡിയോസായും രേഖകളായും അയാൾ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു. പിന്നീട് അയാളുടെ നിഗൂഢത നിറഞ്ഞ ലക്ഷ്യങ്ങൾ നേടാനുള്ള ബ്ലാക്ക് മെയിലിങ്ങിന്, അല്ലെങ്കിൽ ഭീഷണിയായിട്ട് ആ പറഞ്ഞ ചിത്രങ്ങളെ അയാൾ ഉപയോഗിച്ചു. ചുരുക്കി പറഞ്ഞാൽ നരഭോജികളും കാമഭ്രാന്തന്മാരും പീഡോഫൈൽസുമാണ് നമ്മളടങ്ങുന്ന ഈ ലോകം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും, ഇപ്പം എല്ലാം പുറത്തു വന്നില്ലേ, തെളിവുകളോടുകൂടി പുറത്തു വന്നല്ലോ, ഇനി ഇവരൊക്കെ ശിക്ഷിക്കപ്പെടും, ഇവർക്ക് പകരം നല്ല ആളുകളൊക്കെ ഇനി വന്നേക്കാം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും.
എന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ പറഞ്ഞ എല്ലാ വമ്പൻ സ്രാവുകളും ഇപ്പം നടക്കുന്ന അതേ തലയെടുപ്പോടെ ഇനിയും നടക്കും. അതുമല്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ ലോകം ഭരിക്കും. അവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ സംഭവിക്കാൻ പോകുന്ന ഒന്നുണ്ട്. ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആ സംഗതിയാണ് നമ്മെ ഭയപ്പെടുത്തേണ്ടതും. ലോകത്തിൻ്റെ നടുവിലേക്ക് ഈ വമ്പൻ സ്രാവുകളുടെ ക്രൂരമായ ലൈംഗിക വിനോദങ്ങൾ ഒറ്റയടിക്ക് എറിഞ്ഞു തന്നിരിക്കുകയാണ്. ലോകം മുഴുവൻ ഒന്നടങ്കം ഒരു ഞെട്ടലങ്ങ് ഞെട്ടും. അവരെന്താവും? പലതരത്തിലുള്ള ആശങ്കകൾ, ഉത്കണ്ഠ, പേടി, ഭയം, അതായത് പലതരത്തിലുള്ള ഇമോഷൻസ് അവർ രേഖപ്പെടുത്തും, അല്ലെങ്കിൽ അവരിലൂടെ കടന്നു പോകും. പിന്നെ സംഭവിക്കുന്നത് എന്താണ്? ക്രമേണ ഈ കാര്യങ്ങളൊക്കെയും സാധാരണവൽക്കരിക്കപ്പെടും. അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഈ ലോകസമ്പന്നരുടെ, അതായത് കോർപ്പറേറ്റിൻ്റെ കൈപ്പിടിയിലാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനെ മുഴുവൻ, പ്രത്യേകിച്ച് ഇളം തലമുറയെ ആലസ്യത്തിൽ വീഴ്ത്താനുള്ള എല്ലാ നെറുകേടുകളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? എല്ലാത്തിനും അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് എന്നാണ്. ശരിയാണ്, എല്ലാ സംഗതികൾക്കും ഗുണവും ദോഷവുമുണ്ട്. പക്ഷേ ഗുണത്തെക്കാളേറെ ദോഷങ്ങളിലാണ് നമ്മളും നമ്മുടെ ഇളം തലമുറയും നീന്തി തുടിക്കുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. വളരെ കുറഞ്ഞ ശതമാനമാണ് അതിലുള്ള ഗുണങ്ങൾക്ക് പിറകെ പോകുന്നത്. കൂടുതൽ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് ആലസ്യത്തിലേക്കാണ്. അതായത് നന്മയുമില്ല, തിന്മയുമില്ല, ഒരുമാതിരി മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൂടുതൽ ആളുകളും പോകുന്നത്. മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ്. ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അവരുടെ ക്രിമിനോളജിക്ക് വേണ്ടി എന്താവുന്നുണ്ട്? സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതിൻ്റെ എല്ലാ ധാർമ്മിക പരിധികളും ലംഘിച്ചുകൊണ്ടായിരിക്കും അവർ അതിനെ ഉപയോഗിക്കുന്നത്. നമ്മൾ നമ്മുടെ വീടുകളിലേക്കൊന്ന് നോക്കുക. നമ്മളും നമ്മുടെ മക്കളും, അത് ചെറിയവരാവട്ടെ വലിയവരാവട്ടെ, ഇനി നമ്മുടെ പാരൻസ് ഉണ്ടെങ്കിൽ അവരും, എല്ലാവരും ഒരു സ്മാർട്ട് ഫോണും കയ്യിൽ വെച്ച് അവരവരുടെ സ്വകാര്യതയിൽ അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നാം നമ്മുടെ കണ്ണ് തുറക്കേണ്ടത്. നേരത്തെ പറഞ്ഞ എപ്സ്റ്റീൻ ഫയലിലെ വൈകൃതങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടാതിരിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഒരു തവണ കൂടി ആവർത്തിക്കുകയാണ്. നേരത്തെ പറഞ്ഞ എപ്സ്റ്റീൻ ഫയലിലെ വൈകൃതങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടാതിരിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. ഇത്തരം തിന്മകൾ ഇന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുക എന്നതിൻ്റെ അപ്പുറത്ത് എല്ലാ അർത്ഥത്തിലും അത് ആഘോഷിക്കപ്പെടുകയാണ്. ചെറിയവരും വലിയവരും അത് ഒരുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അപകടാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മയും തിന്മയും വേർതിരിച്ചു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാകും. സ്ഥിരമായി തിന്മകൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന കുഞ്ഞു മനസ്സുകളിൽ ഏത് അപകടകരമായ തിന്മയും സാധാരണവൽക്കരിക്കപ്പെടും എന്നത് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ സ്ക്രോളിംഗ് ടൈം കുറച്ചുകൊണ്ട് നമ്മുടെ മക്കളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അവരെന്താണ് ഫോണിൽ ചെയ്യുന്നത്? അവരെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏത് തരത്തിലുള്ള ഗെയിമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി കുഞ്ഞു മക്കളാണ് എങ്കിൽ അവർ കാണുന്ന കാർട്ടൂണിൻ്റെ കണ്ടൻറ് എന്താണ്? കാർട്ടൂണിൽ നിന്ന് പോലും ഇത്തരം വൈകൃതങ്ങൾ ഒഴിവായി പോകുന്നില്ല എന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം. നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഏതാണ്? അവർ ഓൺലൈൻ ഫ്രണ്ട്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രണ്ടിൻ്റെ ക്വാളിറ്റി എന്താണ്? എന്താണ് അവർ സംസാരിക്കുന്നത്? അവരുടെ ടോപ്പിക് എന്താണ്? ഇനി ടീനേജ് മക്കളാണ് എങ്കിൽ അവർ പോക്കറ്റ് മണി കാണുന്നുണ്ട് എങ്കിൽ അതെങ്ങനെയാണ്? അതിൻ്റെ മാർഗം ഏതാണ്? പോക്കറ്റ് മണി എന്ന് പറയുമ്പോൾ പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന ഒരു മാർഗം, അതീവ അപകടം പിടിച്ച ഒരു മാർഗത്തെക്കുറിച്ച് പറയാം. ടെലഗ്രാം എന്ന ആപ്പിൽ സ്ത്രീനഗ്നത ആസ്വദിക്കുന്ന കുട്ടിക്കൂട്ടങ്ങളുണ്ട്, അതായത് കുട്ടികളുടെ ഗ്രൂപ്പുണ്ട്. ഈ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് 12-15 വയസ്സുള്ള കുട്ടികളാണ്. അവിടെ ഇരയാക്കപ്പെടുന്നത് സ്വന്തം ഉമ്മയും അമ്മയും അല്ലെങ്കിൽ ചേച്ചിമാരും താത്തമാരുമാണ് ഇരയാക്കപ്പെടുന്നത്. അതായത് വീട്ടിൽ നിന്ന് തന്നെ തൻ്റെ സ്വന്തം അമ്മമാരുടെ, അവർ വീട്ടിലിരിക്കുന്ന വേഷം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അവരുടെ ഫോട്ടോസ് എടുത്തുകൊണ്ട് എന്താക്കുക, അവരുടെ തന്നെ നഗ്നത ആസ്വദിക്കാൻ വേണ്ടി പല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ചെറിയ തുകയിൽ എന്താണ്,
10ഉം 30ഉം ഫോട്ടോസ് അവർ തിരിച്ചയക്കും. എന്നിട്ടോ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു കൂട്ടർ അത് ആസ്വദിക്കുന്നു, മറ്റൊരു കൂട്ടർ അതിലൂടെ പോക്കറ്റ് മണി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജൂനിയർ എപ്സ്റ്റീൻമാർ നമ്മുടെ കേരളത്തിൽ അങ്ങിങ്ങായി തലപൊക്കുന്നുണ്ട് എന്നത് അതീവ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ കുട്ടികളുടെ പിന്നാലെ കൂടുക, അവരെ എപ്പോഴും സംശയത്തോടു കൂടി കാണുക എന്നതല്ല. പിന്നെയോ അവരുമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുക, അവരുമായിട്ട് നമ്മൾ ധാരാളം സംസാരിക്കുക, അവരെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അവരോട് പെരുമാറുക, ഇടപഴകുക. എപ്പോഴും ശാസിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും തല്ലുകൂടാനും വഴക്ക് കൂടാനും, അതായത് എപ്പോഴും അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവരെ ഗുണദോഷിക്കുന്നതിന് പകരം അവരുടെ നന്മയെ നമ്മൾ എന്താക്കുക, അഭിനന്ദിക്കുക. പാരൻസും മക്കളും ഇരുന്നു കൊണ്ട് പല വിഷയങ്ങളും ചർച്ച ചെയ്യുക. അങ്ങനെ വീടുകളിൽ ധാരാളമായി ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ കുട്ടികൾ അവരുടെ മനസ്സിലുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നു. അവർക്കങ്ങനെ ചോദിക്കാനുള്ള, അവരുടെ ചിന്തകൾ നമ്മളോട് പങ്കുവെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകുന്നു. അവർ സംശയം ചോദിക്കുമ്പോൾ മറുപടി പറയണമെങ്കിൽ നമ്മളെന്താവണം? നമ്മൾ ധാരാളമായി വായിക്കുകയും നമ്മുടെ ചിന്തയെ നമ്മൾ വികസിപ്പിക്കുകയും ചെയ്യണം. നമ്മൾ ഉത്തരവാദിത്ത ബോധമുള്ള മാതാപിതാക്കളായി മാറണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ, അതായത് മുതിർന്നവർ തമ്മിൽ പറയുന്ന വർത്തമാനങ്ങൾ, ഫോണിലൂടെ പറയുന്ന വർത്തമാനങ്ങൾ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ നമ്മുടെ മക്കളുടെ ചിന്തയെ സ്വാധീനിക്കും എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ കേരളത്തിൽ ഒരു പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്നത്, അത് പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റി നോക്കുന്നത് അവരുടെ വസ്ത്രം എന്തായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആ വസ്ത്രത്തിന് ചുറ്റും കിടന്നുകൊണ്ടായിരിക്കും നമ്മുടെ ചർച്ച. അങ്ങനെ ഇട്ടോണ്ടല്ലേ, ഇങ്ങനെ ഇട്ടോണ്ടല്ലേ, ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു അവസ്ഥ എന്താണ്? ഇത് കേൾക്കുന്ന നമ്മുടെ മക്കൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് എന്താണ്? അങ്ങനെ പർദ്ദ ഇട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ അവർക്ക് എതിരെ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ ദ്വയാർത്ഥ പദങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇനി അതല്ലാത്ത ഡ്രസ്സൊക്കെ ഇടുന്നവരാണെങ്കിൽ എന്താണ്, നമ്മൾ അവരെ ഒന്ന് ദ്വയാർത്ഥ പദങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരെ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഉപദ്രവിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന ഒരു സംഗതിയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ആൺമക്കളെ സംസ്കാര സമ്പന്നരാക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് തരത്തിലുള്ള പെണ്ണാണെങ്കിലും അല്ലേ, വസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ അത് മുസ്ലിം വസ്ത്രം മുസ്ലിം സ്ത്രീകൾക്കുള്ളതാണ്. എല്ലാവരും മുസ്ലിം വസ്ത്രം ധരിച്ച് നടക്കണം എന്ന് പറയുന്നത് അത് പ്രായോഗികമായിട്ടുള്ളൊരു സംഗതിയല്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വീട്ടിൽ വളരുന്ന, നമ്മുടെ മടിത്തട്ടിൽ വളരുന്ന നമ്മുടെ ആൺകുട്ടികളെ സംസ്കാരമുള്ളവരാക്കുക എന്നതിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. അതായത് മാന്യമായ വസ്ത്രം ധരിക്കാൻ നമ്മൾ പെൺമക്കളെ ശാസിച്ചുകൊണ്ടിരിക്കും, അടിച്ചുകൊണ്ടിരിക്കും, വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്ന് തട്ടവിട്ടില്ലെങ്കിൽ നമ്മൾ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ, പ്രശ്നമാക്കുക എന്നല്ല പറയുന്നത്, അതിനൊക്കെ പെൺമക്കളെ നമ്മൾ ഉപദേശിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഇരട്ടിയായിട്ട് നമ്മൾ നമ്മുടെ ആൺകുട്ടികളോട് എന്താണ്, പെൺകുട്ടികളെ ബഹുമാനിക്കാൻ, റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ നമ്മുടെ ആൺകുട്ടികളെ പഠിപ്പിക്കണം. അതെങ്ങനെ പഠിപ്പിക്കുക? പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതല്ല, വീട്ടിൽ നിന്ന് ചെയ്ത് പഠിപ്പിക്കണം. അതായത് ഒരു മകൻ ചുറ്റുമുള്ള പെൺകുട്ടികളെ, ഉമ്മയെയും സിസ്റ്ററെയും ഇനി ചുറ്റുമുള്ള പെൺകുട്ടികൾ, അവൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെയൊക്കെ ബഹുമാനിക്കണമെങ്കിൽ വീട്ടിൽ ഉപ്പ ഉമ്മയെ ബഹുമാനിക്കുന്നത്, ഉമ്മയെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, മക്കൾ കാണണം. ഇതൊരു ചെറിയ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ടെലഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വന്നപ്പോൾ ആ വീഡിയോയുടെ താഴെ പോലും വന്ന ഒരു കമൻറ്റ്, നമ്മൾ നമ്മുടെ വീടുകളിൽ എന്താണ്, നമ്മുടെ ഭാര്യയെയും മക്കളെയും മരുമക്കളെയൊക്കെ എന്താക്കുക, ലൂസുള്ള പർദ്ദ ധരിപ്പിക്കുക എന്നതായിരുന്നു ഒരാളുടെ ഒരു കമൻറ്റ്. അതായത് അതൊന്നും ഒരു സൊല്യൂഷൻ അല്ല, അതൊന്നും ഒരു പ്രായോഗികമായിട്ടുള്ളൊരു നടപടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വീട്ടിൽ നമ്മുടെ മടിത്തട്ടിൽ വളരുന്ന മക്കളെ, അത് ആണായാലും പെണ്ണായാലും അവരെ സംസ്കാര സമ്പന്നരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇന്ന് തിരക്ക് പിടിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജോബുള്ളവർ, സംഘടനാ പ്രവർത്തകർ, സൗഹൃദങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുന്നവർ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എന്താണ്, നെട്ടോട്ടത്തിലാണ്. മാതാപിതാക്കളൊക്കെ ഓട്ടത്തിലാണ്. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൊണ്ട് തന്നെ എന്തുണ്ട്, പല പല തരത്തിലുള്ള തിരക്കുകളിൽ ആയിപ്പോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്ന് നമ്മുടെ വീടുകളിലേക്ക് എന്താകുക, ഒന്ന്
തിരിച്ചു വരിക. ഒന്ന് വീടുകളിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ മക്കളെ പുറത്തു വിടാതെ വീട്ടിൽ തന്നെ ഇരുത്തുന്നൊക്കെ ഉണ്ടാവും. ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ സമ്മതിക്കില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താണ് ഒരു ചായ കുടിക്കാൻ സമ്മതിക്കില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് മാളിലൊന്ന് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഇതൊക്കെ നമ്മൾ സമ്മതിക്കാതിരിക്കുന്നത് അവർ വഴിതെറ്റിപ്പോകുമോ എന്ന് ഭയന്നുകൊണ്ടാണ്. എന്നാൽ വീട്ടിൽ അതിനേക്കാളും വലിയൊരു ലോകത്തിൻ്റെ മുന്നിലാണ്, അല്ലെങ്കിൽ ആ ഒരു ലോകം തന്നെ അവരുടെ വിരൽത്തുമ്പിലാണ് എന്നത് നമ്മൾ മറന്നുപോകും. കാരണം വീട്ടിൽ നമ്മൾ ഫോണോ ടാബോ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ പുറത്ത് പോകുന്നതും നമ്മുടെ തിരക്കിലേക്ക് നമ്മൾ ഊളിയിട്ട് ഇറങ്ങുന്നതും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളൊന്ന് നമ്മുടെ മക്കളിലേക്കൊന്ന് തിരിയുക. മക്കളെ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പിന്നെയോ അവരെ സംസ്കാര സമ്പന്നരാക്കി വളർത്തുക എന്നുള്ളതും മാതാപിതാക്കളായ നമ്മുടെ നിർബന്ധ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ, നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് തിരിയണം? വേദങ്ങളിലോട്ട് തിരിയണം. കാരണം എന്താ? വേദങ്ങളാണ് ഈ ലോകത്ത് നന്മയും തിന്മയും പഠിപ്പിച്ചത്. നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ചത് വേദങ്ങളാണ്, അതല്ലാതെ ശാസ്ത്രമല്ല. വേദങ്ങൾ അവതരിപ്പിച്ചതോ ദൈവമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ദൈവത്തിലോട്ട് തിരിയണം. നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ദൈവത്തിലോട്ട് തിരിയണം. ഈ ജെഫ്രി എപ്സ്റ്റീനും അയാളുടെ കൂട്ടാളികൾക്കും സംഭവിച്ചത് എന്താണ് എന്ന് ചെറിയൊരു വിശകലനം നടത്തിയ നമുക്ക് ഈ ഒരു സംഗതി, അതായത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഒരു ബന്ധം, അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന ജെഫ്രി എപ്സ്റ്റീനും അയാളുടെ ചതിക്കുഴിയിൽ വീണ ആ ഒരു അതിസമ്പന്നരായിട്ടുള്ള ആളുകൾക്കും സംഭവിച്ചത് എന്താണ്? സമ്പത്തും ആഡംബരവും പരിധിയില്ലാതെ ലഭിക്കുകയാണ്. അങ്ങനെ പരിധിയില്ലാതെ ലഭിച്ചപ്പോഴെന്തായി? അതുവരെ കിട്ടിക്കൊണ്ടിരുന്നതും അനുഭവിച്ചു കൊണ്ടിരുന്നതൊക്കെ എന്തായി? മടുത്തു തുടങ്ങി. കിട്ടുന്ന എല്ലാ ആഡംബരങ്ങളും അവർക്ക് നോർമലായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ ആഗ്രഹിക്കുന്നതൊക്കെ എന്താണ്? ഇതിൻ്റെ അപ്പുറത്ത് വേണം, ഇതിൻ്റെ അപ്പുറത്ത് വേണം, ഇത് പോരാ, ഇത് പോരാ, ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു സംഗതി. അതായത് എപ്പോഴും ആ കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ അപ്പുറത്ത് എന്താണ് ചെയ്യാൻ പറ്റുക, എന്താണ് നേടാൻ പറ്റുക, എന്താണ് അനുഭവിക്കാൻ പറ്റുക, ഇതിൻ്റെ അപ്പുറത്ത് എന്ത് കിട്ടിയാലാണ് ഒരു തൃപ്തി ഉണ്ടാവുക എന്നിങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി. സാധാരണക്കാർക്ക് വല്ലപ്പോഴും കിട്ടുന്നത് ഇവർക്ക് ദിനചര്യയായി മാറിയപ്പോൾ അവർക്ക് എന്തായി? ബോറടിക്കാൻ തുടങ്ങി. പിന്നെ എന്താണ്? പുതുമ തേടിയിട്ടുള്ള അലച്ചിലാണ്. അങ്ങനെ അലഞ്ഞാലോ ഒന്നിലും തൃപ്തിയൊട്ട് കിട്ടുന്നില്ല താനും. അതായത് സംഗതികൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു സമ്പന്നതയുടെ ആ ഒരു, അല്ലെങ്കിൽ താൻ ധനികനാണ് എന്ന അധികാരത്തിൽ എല്ലാ സംഗതികളും അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിലും എന്ത് ലഭിക്കുന്നില്ല? തൃപ്തി ലഭിക്കുന്നില്ല. സ്വാഭാവികമായും ഇക്കൂട്ടർ എന്താവും? ദൈവം മനുഷ്യന് വരച്ചിരിക്കുന്ന എല്ലാ അതിരുകളും ലംഘിക്കുന്നു, ദൈവത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ദൈവീകമായ പരിധികൾ മനുഷ്യൻ ലംഘിക്കുന്നതോടുകൂടി എന്താവും? മനുഷ്യനിൽ നിന്ന് മാനുഷിക ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു. മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസങ്ങളില്ലാതാവുന്നു. പരിധി ലംഘനം എന്ന് പറയുന്നത് അവിടെ നിന്നും പിടുത്തം വിട്ടാലോ പിന്നെ സംഭവിക്കുന്നത് മനുഷ്യൻ പിശാചായി മാറുന്നു എന്നുള്ളതാണ്. ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്ന ആ ഒരു ആഡംബര ദ്വീപിൽ നമ്മൾ കണ്ടത് അതാണ്. പിശാചുക്കൾക്കൊരുക്കിയ സൽക്കാരം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിരുകൾ എപ്പോഴും എന്താണ്? ഭംഗിയാണ്. നമ്മൾ അതിരുകൾ ലംഘിക്കുമ്പോഴാണ് നമുക്ക് തൃപ്തി കിട്ടാതെ വരുന്നതും അസ്വസ്ഥതകൾ വരുന്നതും സമാധാനം നഷ്ടപ്പെടുന്നതും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു സ്ഥാപനം എടുത്ത് നോക്കുക. ആ സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ടാവും. അതാണ് അതിൻ്റെ അതിര് എന്ന് പറയുന്നത്. ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ അതിരുകൾ ലംഘിക്കപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അരാജകത്വമാണ്, അല്ലെങ്കിൽ അതൊരു നാഥനില്ലാ കളരിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ അത്തരത്തിൽ ഉണ്ടാകും. നമ്മളൊരു ജംഗ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ പാലിക്കേണ്ട ചില ട്രാഫിക് റൂൾസ് ഉണ്ട്. അതാണ് അവിടുത്തെ, അല്ലെങ്കിൽ അതിൻ്റെ അതിര് എന്ന് പറയുന്നത്. അത് നമ്മൾ ലംഘിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? കൂട്ടിമുട്ടലുകൾ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ചുറ്റും ഏതൊരു കാര്യമെടുത്താലും എല്ലാത്തിനും അതിരുകൾ കാണാം. മനുഷ്യനും ദൈവം നിശ്ചയിച്ച ചില അതിരുകളുണ്ട്. ആ അതിരുകൾ എപ്പോഴാണോ അവൻ ലംഘിച്ചു തുടങ്ങുന്നത്, അവിടെ മുതൽ അവന് ഒന്നിലും തൃപ്തിയില്ലാത്ത അവസ്ഥ വരുന്നു. തുടർന്ന് ഉണ്ടാവുന്നത് എന്താണ്? മനസ്സമാധാനം നഷ്ടപ്പെടും. എന്നാൽ
തനിക്ക് ദൈവം വരച്ചിരിക്കുന്ന അതിരുകൾ ഉൾക്കൊള്ളുകയും ആ അതിരാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭംഗിയെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്ത് മനുഷ്യന് സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നു. ഒരു മനുഷ്യൻ, നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും അത്, ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ്സിൽ ഏറ്റവും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണെന്ത്? സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം എപ്പോഴാണോ മെച്ചപ്പെടുന്നത് അവിടെ മുതലാണ് മനുഷ്യന് സമാധാനം ലഭിക്കുന്നത്, മനുഷ്യന് സംതൃപ്തി ലഭിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എപ്സ്റ്റീൻ ഫയലുകളിലെ വൈകൃതങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിലൂടെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നിർബന്ധ ഉത്തരവാദിത്തമാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.